ഇരുവൃക്കകളും തകരാറിലായ പൈവളികെ ബായിക്കട്ടയിലെ ഹോട്ടൽ തൊഴിലാളിയായ യുവാവ് ചികിത്സാ സഹായം തേടുന്നു. മാതാവും ഭാര്യയും മക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക അത്താണിയെയാണ് രോഗം വരിഞ്ഞ് മുറുക്കുന്നത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ കണ്ണഞ്ചിപ്പിക്കുന്ന വിലക്കുറവിന്റെ വിസ്മയവുമായി മഹാലാഭമേളയ്ക്ക് ഉപ്പളയിൽ തുടക്കമായി. മഹാലാഭമേള ബസ് സ്റ്റാൻഡിന് സമീപം ഉപ്പള. കഴിഞ്ഞ 1.5 വർഷക്കാലമായി ഡയാലിസിസ് ചെയ്തു വരുന്ന പൈവളികെ ബായിക്കട്ട ലക്ഷം വീട് ഉന്നതിയിലെ പരേതനായ ഹമീദിന്റെ മകൻ മുഹമ്മദ് നൌഫിലാണ് ചികിത്സയ്ക്കായി സുമനസുകളുടെ സഹായം തേടുന്നത്. ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ നന്നേ ചെറുപ്പത്തിൽ ഹോട്ടൽ ജോലി ചെയ്ത് വരികയായിരുന്നു ഈ 38-കാരൻ. ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായി നൌഫിലിനെ വൃക്ക രോഗം പിടികൂടുന്നത്. സ്വന്തമായി വീട് പോലുമില്ലാത്ത ഈ യുവാവ് ക്വാർട്ടേഴ്സിലെ വാടക കൊടുക്കാൻ പോലും ആവാതെ വന്നതോടെ ക്വാർട്ടേഴ്സിൽ നിന്നും ഇറക്കിവിടുന്ന സാഹചര്യമുണ്ടായതായും പറയുന്നു. താമസിക്കാൻ മറ്റു മാർഗങ്ങളില്ലാതായതോടെ കുടുംബ വീട്ടിലാണ് ഇപ്പോൾ താമസിച്ചു വരുന്നത്. വിദ്യാർത്ഥികളടക്കമുള്ള 4 ചെറിയ കുട്ടികളുടെയും ഭാര്യയുടെയും ഏക പ്രതീക്ഷയായ നൌഫിൽ വൃക്ക രോഗിയായി വേദനത്തിൽ നിന്ന് കഴിയേണ്ടി വന്നതോടെ കണ്ണീരിലാണ് കുടുംബം. കിഡ്നി തകരാറിലായിട്ട് ഒരു കൊല്ലായി അതിന് കിഡ്നി മാറ്റിട്ട് വെക്കാൻ ചെല്ലി ഞങ്ങളെ കൊണ്ടു കഴിയുന്നില്ല. റൂമിലുള്ളത് വാടകയുണ്ട്, 4 കുട്ടികളുണ്ട്. ഞങ്ങൾക്ക് എന്ത് പൈയില്ലാത്തത് കൊണ്ട് ഇങ്ങനെ വീഡിയോ ഇടുന്നത്. അത്ര ഗതികേടിലെത്തിന് ഞങ്ങൾ നല്ലോണമായിട്ട്. പിന്നെ മാറ്റിയിട്ട് വെച്ചില്ല, അങ്ങാവില്ല. ഡയാലിസ് ആയിക്കൊണ്ടുള്ളത് ഇപ്പോൾ കുറേ ആഴ്ചക്ക് 3 പ്രാവശ്യം ഡയാലിസ് ആയിക്കൊണ്ടുണ്ട്. നിത്യച്ചെലവിന് പോലും വഴിമുട്ടുന്ന ഇവർ മുഴു പട്ടിണിയിലാണെന്ന് പറഞ്ഞാലും അതിശയോക്തിയാകില്ല. മംഗളൂരു ദേർലക്കട്ട ഹെഗ്ഡെ ആശുപത്രിയിലെ ഡോക്ടർ പ്രദീപ് ഷേണായിയുടെ പരിചരണത്തിലാണ് നൌഫിൽ ഡയാലിസിസ് ചെയ്തു വരുന്നത്. ആഴ്ചയിൽ 3 ഡയാലിസിസ് ചെയ്യുന്നതിനാൽ മുഴുവൻ സമയവും വിശ്രമം നിർദ്ദേശിച്ചിരിക്കുകയാണ്. സുരുക്കുട്ടി വെച്ച നാണയത്തൊട്ടുകളെല്ലാം ചികിത്സയ്ക്കായി ചെലവായതോടെ ഇപ്പോൾ കുടുംബക്കാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും കടം വാങ്ങിയാണ് ഡയാലിസിസ് എങ്കിലും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞാനിവിടെ റൂമിലുള്ളതാണ്. എൻ്റെ റൂമിനടുത്ത് അവർ താമസത്തിന് വന്നതാണ്. 4 മക്കളും അവിടെ നൌഫൽ എന്ന് പറയുന്ന ആളില് അവരെ ഭാര്യയും. അപ്പോൾ അയാൾക്ക് പെട്ടെന്ന് കിഡ്നിക്ക് 2 കിഡ്നിക്കും പ്രശ്നമായി. അവരെ നോക്കാൻ ആരുമില്ല, വാടക കൊടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അവരോട് നിന്ന് താമസം മാറി പൈവാളിക പഞ്ചായത്തിന് തൊട്ടടുത്ത് അവരുടെ ഉമ്മയുടെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവർക്ക് താമസത്തിനും ബുദ്ധിമുട്ടാണ്, മക്കൾക്ക് ഭക്ഷണത്തിനും അസുഖത്തിനും ചികിത്സയ്ക്കും എല്ലാം അത്രയ്ക്കും ദയനീയ അവസ്ഥ ഞാൻ കണ്ടിട്ടാണ് ഞാനിങ്ങനെ ഒരു ചാനലിൽ ഇങ്ങനെ വരാൻ കാരണമായത്. അതുകൊണ്ടാണ് വൃക്ക മാറ്റിവെക്കലല്ലാതെ മറ്റു മാർഗങ്ങളില്ലെന്നാണ് ഡോക്ടർമാർ വിധി എഴുതിയിരിക്കുന്നത്. ഇതിനായുള്ള തുക എങ്ങനെ കണ്ടെത്തുന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് നൌഫിലും ഭാര്യയും. എത്രയും വേഗത്തിൽ തന്നെ വൃക്ക മാറ്റിവെച്ചില്ലെങ്കിൽ ജീവൻ തന്നെ അപകടത്തിലാകുമെന്ന് ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ എല്ലാ തരത്തിലും വഴിമുട്ടിയതോടെയാണ് ഈ നിരാലംബ കുടുംബം കാരുണ്യമതികളുടെ കനിവ് കാക്കുന്നത്. മനസ്സിൽ നന്മയുടെ ഉറവറ്റാത്ത സുമനസുകൾ കരുണയുടെ കരങ്ങളുമായി മുന്നിലെത്തുമെന്ന് തന്നെയാണ് ഇവരുടെ പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, ഉപ്പള.